വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാനിൽ നിന്ന് അസീം മുനീർ നമ്മളെ യുദ്ധത്തിനായിട്ട് അടിക്കാൻ റെഡിയായിരിക്കുന്നു എന്ന് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഒരു ആൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, അലീന ഖാനാണ്, ഇമ്രാൻ ഖാന്റെ സഹോദരിയാണ്. അസീം മുനീറിന് മതം മാത്രമാണ് മുന്നിലുള്ളത്, മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും കൊല്ലാനാണ് അസീം മുനീർ ആഗ്രഹിക്കുന്നതെന്നും പോരാത്തതിന് ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ആശയം കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അലീന ഖാൻ ചോദിക്കുന്നു. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് ആസ്പെക്ട് ഉള്ള ചോദ്യമാണ്. ഇതിൽ അവർക്കും വലിയ രീതിയിലുള്ള നേട്ടങ്ങളുണ്ട്. കാരണം ഇമ്രാൻഖാൻ ഇന്ത്യയുമായി നല്ല സൗഹൃദമാണ് ആഗ്രഹിച്ചില്ലെന്ന് അവർ പറയുന്നു. പക്ഷെ നമ്മൾ ഇമ്രാൻഖാന്റെ ഭരണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇമ്രാൻഖാൻ ആ സമയത്താണല്ലോ നമ്മൾ ഇമ്രാൻഖാന്റെ തലയ്ക്ക് മീതെ ബലാക്കൗട്ട് ആക്രമണമൊക്കെ നടത്തിയത്. അതൊരു ഭാഗത്ത്. ഇനി രണ്ടാമത്തെ നമ്മുടെ വാർത്ത എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഒരു വാർത്തയാണ്. ബംഗ്ലാദേശിൽ ഇപ്പോ ഞാഞ്ഞൂലുകൾ പോലും തലപൊക്കുകയാണ്. അമൻ ആസ്മി എന്ന് പറയുന്ന ബ്രിഗേഡിയർ ജനറൽ അബ്ദുള്ളയിൽ അമാൻ ആസ്മി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടത്തിയ ചർച്ചയ്ക്കിടെ പറയുന്നത്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഗുലാം അസാമിന്റെ മകനാണ് കേട്ടോ ഇയാൾ പറയുന്നത്, ഇന്ത്യയെ ബംഗ്ലാദേശ് ആക്രമിക്കും, നമ്മളെ അവന്മാരെ ആക്രമിക്കും, നമ്മളാണ് അവന്മാർക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത്. അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട്. ഇന്ത്യ ഇതിനൊന്നും പ്രതികരിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പോ നമുക്കറിയാലോ, നമ്മൾ എല്ലാ യുദ്ധസമാനമായിട്ട് സജ്ജമായിട്ട് നമ്മൾ നിൽക്കുകയാണ്. രാജ്നാഥ് സിംഗ് തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ഒരുപടി കയറ്റി പറഞ്ഞു കഴിഞ്ഞു, സിന്ധൊക്കെ നമ്മുടെ ഭാഗത്തോട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴും ഇത്തരത്തിൽ പ്രകോപനമായിട്ടുള്ള ഒരു പ്രസ്താവന ഇവർ ഇറക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാം ഫെബ്രുവരിയിൽ ഈ വരുന്ന 2026 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പില് ഖാലിദ കാസിയയുടെ പാർട്ടി BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അവിടെ അധികാരത്തിൽ വരുമെന്നാണ് സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത്. തൊട്ടു പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് മുൻ പട്ടാള ജനറലുമായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ പ്രസ്താവന നടത്തിയത്. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കാണാം. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ ആശയം ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത്. കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി ആയാലും ലോകത്തെ എല്ലായിടത്തും ജമാഅത്ത് ഇസ്ലാമിക്കും ഒറ്റ ലക്ഷ്യവും മാത്രമേ ഉള്ളൂ, മതരാഷ്ട്രം സ്ഥാപിക്കുക, ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. പിന്നെ ഈ ഒരു തീവ്രമായ ഒരു പ്രസ്താവന നടത്തുന്നതിലൂടെ തീവ്രമായിട്ട് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു രീതി, ഇതിനെ ഞാൻ നല്ല അർത്ഥത്തിലാണ് കാണുന്നത്. ഒരു പൊളിറ്റിക്കൽ ലൈനിൽ മാത്രമാണ് കാണുന്നത്. പക്ഷേ ഇതിന്റെ മറുഭാഗമുണ്ട്. ധനുഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ മുനീർ അധികാരത്തിലേക്ക് എത്തിയതോടുകൂടി തന്നെ അവിടെ അവർ ഏത് നിമിഷവും ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം മുനീറിനെ സംബന്ധിച്ച് ഒന്ന്, അദ്ദേഹത്തിനെതിരെ വരാൻ അധികം വൈകാതെ തന്നെ ആ പാകിസ്ഥാനിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വലിയ ജനകീയ പ്രക്ഷോഭമുണ്ട്. ആ പ്രക്ഷോഭത്തിന് തടയിടണമെങ്കിലും ജനങ്ങളെ തന്റെ കീഴിൽ അണിനിരത്തണമെങ്കിലും ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ചൊറിയാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ ചൊറിയുമ്പോൾ പഴയതുപോലെ ചൊറിഞ്ഞ പണി കിട്ടുമെന്ന് നന്നായി അറിയാവുന്ന മുനീർ അതുകൊണ്ട് തന്നെ ഇത്തവണ ബംഗ്ലാദേശിനെ, എനിക്കിപ്പോൾ ഇതിനെ കാണാൻ കഴിയുന്നത് 1971 യുദ്ധസമാനമായ സാഹചര്യമാണ്. അന്ന് പാകിസ്ഥാൻ ഒന്നായിരുന്നു, പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും. ഇപ്പോൾ അതിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ബംഗ്ലാദേശ് ആണെന്നേ ഉള്ളൂ. സമാനമായ ഒരു യുദ്ധ സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഇന്നലെ ഒരു സന്ദേശം, നരേന്ദ്രമോദി സന്ദേശം ഈ BNP ലീഡർക്ക് നൽകുകയുണ്ടായി. അത് ആരോഗ്യപരമായ ഒരു ആശംസകളാണ് അറിയിച്ചത്. അതായത് ആരോഗ്യം സുഖം പ്രാപിക്കട്ടെ എന്ന് അറിയിച്ചിരുന്നു. എങ്കിൽ പോലും അങ്ങനെ ഒരു മഞ്ഞുരുകലിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ബംഗ്ലാദേശിന്റെ ഒഫീഷ്യൽ ഭാഗത്തുനിന്നും ഒരു മഞ്ഞുരുകലിന്റെ സന്ദേശം എത്തി. അവർ പറയുന്നത്, ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ വിഷയത്തിൽ ആ ഒരു വിഷയം അല്ലല്ലോ ഒരു രാജ്യവുമായിട്ടുള്ള ബന്ധം, അതൊരു വിഷയമാണെങ്കിൽ പോലും മറ്റു പല കാര്യങ്ങളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രമ്യതയിൽ പോകുമ്പോഴാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ വരുന്നത്. ഈ വിദ്വാൻ പറഞ്ഞത്, ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ഞങ്ങൾ പിടിച്ചെടുക്കും, ഇന്ത്യയെ തുണ്ടം തുണ്ടമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറെ കാലമായി, പ്രത്യേകിച്ച് യുഎസ് അധികാരത്തിലേറിയതിനു ശേഷം ISISന്റെ വലിയ രീതിയിലുള്ള സ്വാധീനം, പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ വലിയ രീതിയിലുള്ള സ്വാധീനം പാകിസ്ഥാനിലുണ്ട്. ഈ സ്വാധീനത്തിന്റെ ഒരു ഹുങ്കിലാണ് ഇപ്പോഴീ സംസാരിക്കുന്ന മുഴുവൻ. അതായത് നമ്മൾ എല്ലാ കാലവും ഇന്ത്യ മഹാരാജ്യം എല്ലാ കാലവും ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, 2.5 ശത്രുക്കളാണ് നമ്മുടേത്. 2 യുദ്ധമുഖം നമുക്കുണ്ടാകും. ഒന്നത് ബംഗ്ലാദേശോ ചൈനയോ ആകാം ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് നമ്മൾ മുമ്പേ പറയുന്ന കാര്യമാണ്. നമ്മളുടെ അന്തരിച്ച നമ്മുടെ സൈനിക മേധാവി അദ്ദേഹം തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിൽ 0.5 ശത്രുക്കൾ നമ്മുടെ ഈ രാജ്യത്ത് തന്നെയാണ്. അങ്ങനെ 2.5 ശത്രുക്കളോട് നമ്മൾ പോരാടേണ്ടി വരും എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ അന്തരീക്ഷം ഒന്ന് തണുത്തു തുടങ്ങി ബംഗ്ലാദേശുമായിട്ട്. കാരണം നരേന്ദ്രമോദി അവിടുത്തെ നേതാവിന് ആരോഗ്യ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസ നൽകുന്നു. ഉടനെ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന കാരണം അവരുടെ ഒരു ദേശീയ ഉപദേഷ്ടാവ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ദില്ലിയിൽ വന്നിരുന്നു. സംസാരിച്ചതിനൊക്കെ ശേഷമാണ് ഇത് വരുന്നത്. അപ്പൊ അവര് പറഞ്ഞത്, ഷെയ്ഖ് ഹസീനയുടെ വിഷയത്തിൽ ഞങ്ങൾ ഇന്ത്യയുമായിട്ട് പിണക്കത്തിനൊന്നുമില്ല. കാരണം അത് മാത്രമല്ലല്ലോ വിഷയങ്ങൾ, ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ പോകേണ്ടതാണ്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇല്ല എന്ന് അവർ ഒഫീഷ്യലായിട്ട് പറയുന്നു. അതിനിടയിലാണ് ജമാഅത്ത് ഇസ്ലാമി ഇത് പറയുന്നത്.
പക്ഷെ ഇത് പറയുന്നത് നമ്മൾ ചെറുതായി കാണുന്നില്ല. കാരണം നമ്മൾ പാകിസ്ഥാനുമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ നമ്മുടെ ഈ പറയുന്ന വടക്കിഴക്കൻ അതിർത്തികളിൽ അലമ്പുണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പൊ നിലവിലുള്ള അവിടുത്തെ സൈനിക മേധാവി വഖാർ ഉസ്മാൻ, അദ്ദേഹം ഇന്ത്യയുമായി അടുത്ത് ഒരു ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സൈന്യത്തിലുള്ള ഒരു വിഭാഗം അതിനെതിരാണ്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശിന്റെ BSF, അതായത് അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, അവരുടെ ബോർഡർ സെക്യൂരിറ്റി, അവരുടെ BSF, നമ്മുടെ BSF എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയാണ്, അത് അവരുടെ ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. ഈ ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തുമെന്നൊരു സൂചന ഇന്ത്യക്ക് ലഭിച്ചത് കൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ നമ്മൾ തീസ്ത പ്രഹാരം നടത്തിയത്. അതായത് നമ്മുടെ എല്ലാവിധ ടാങ്കുകളും കൊണ്ട് നിരത്തിയിട്ടിട്ട് നമ്മൾ അവിടെ ഒരു വലിയ ഗംഭീര സൈനിക ഓപ്പറേഷൻ, ഒരു സൈനിക അഭ്യാസം നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്. അതെന്താന്ന് വെച്ചാൽ ഒരു വാണിംഗ് ആണ്, അത് കണ്ടുകൊണ്ട് ഇവിടെ ചൊറിയാൻ നിൽക്കരുത്, പണി മേടിക്കുന്നു. അന്ന് ഈ അവിടുത്തെ കരസേനാ മേധാവി യൂനസിനോട് പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്, കാരണം അത് താങ്ങാൻ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല എന്ന് വഖാർ ഉസ്മാൻ പറഞ്ഞിരുന്നു. പക്ഷെ വഖാർ ഉസ്മാന്റെ ആ ഒരു സൈന്യത്തിന് കീഴിൽ തന്നെ ഒരു വിഭാഗം ഈ ഭീകരന്മാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ സേന നിൽപ്പുണ്ട്. അവരിപ്പം നമ്മളെ കടന്നാക്രമിക്കുമെന്നോ ഇന്ത്യ പിടിച്ചെടുക്കുമെന്നോ ഉള്ള അല്ല അതിന്റെ അർത്ഥം. എന്താണ് പറയുന്നത്, ഈ അലമ്പുണ്ടാക്കാനായിട്ട് പറ്റും. കാരണം 4016 കിലോമീറ്റർ ഇന്ത്യയും ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പൊ സ്വാഭാവികമായി ഈ ഭീകരരെ മറ്റും കടത്തി വിട്ടുകൊണ്ടോ ഇല്ലെ അതിർത്തിയിൽ വെടിവെപ്പോ മറ്റോ നടത്തിക്കൊണ്ടോ നമ്മൾ യുദ്ധത്തിന്റെ ഒരു മുനയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു അലമ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന്റെ തിരിച്ചടി എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിനകത്ത് ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളും ഇന്ത്യ വിരുദ്ധരായിട്ട് എല്ലാവരെയും കൂടി ഞങ്ങൾ കൂട്ടി യോജിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അവരെല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ നീക്കം നടത്തുന്നത്. ഇതിന്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ ഇന്ത്യയിലും ആ സമയത്ത് തന്നെ കലാപങ്ങളും മറ്റും നടത്തി ഇന്ത്യക്കകത്ത്, അതായത് സൈന്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം, അതിനുള്ള അറ്റാക്കുകൾ. പക്ഷേ ഈ വ്ളാഡിമിർ പുടിൻ, റഷ്യയുടെ പ്രസിഡന്റ് ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുന്നതും നിർണായകമാണ് ഈ അവസരത്തിൽ. കാരണം ഞാനിവിടെ 1971 സമാന സാഹചര്യമാണ്. അന്ന് എല്ലാവരും നമ്മളോട് ചുറ്റോട് ചുറ്റും നിന്ന് വളഞ്ഞു നിൽക്കുകയാണ്. പാകിസ്ഥാൻ, UK, അമേരിക്ക, ഈ ബംഗ്ലാദേശ്, അന്ന് ഈ ബംഗ്ലാദേശ് ഇല്ല, ഈ ബംഗ്ലാദേശ് വാങ്ങിക്കൊടുക്കാനാണല്ലോ നമ്മൾ ഈ യുദ്ധത്തിന് ഇറങ്ങിയത്. അന്ന് പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നപ്പോൾ കരുത്തനായ റഷ്യ ഇന്ത്യക്കൊപ്പം നിന്നു. വെറുതെ വാക്കുകൊണ്ടായിരുന്നില്ല, ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും നമ്മുടെ ഒപ്പം നിന്നു. ഇതിനെ തുരത്തി ഓടിച്ചു. സമാന സാഹചര്യം വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അതിനുള്ള കളം തന്നെയാണ് ഒരുങ്ങുന്നത്. ബംഗ്ലാദേശിന്റെ ഒരു ഭാഗം പാകിസ്ഥാനോടൊപ്പം അമേരിക്ക നിൽക്കുന്നു. ചൈനയെ നമുക്ക് നമ്പാൻ പറ്റില്ല, അവരുടെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ റഷ്യ വരുന്നത്. ഏതായാലും വ്ളാഡിമിർ പുടിനും ചൈനയുമായി നല്ല ബന്ധത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് തോന്നുന്ന, എന്റെ ഒരു ഇതിൽ തോന്നുന്നത്, ഒരുപക്ഷെ ചൈനയോട് പറയും, ഇനി ഒരു അടി ഉണ്ടായാൽ നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കേണ്ടതില്ല, ഇതിൽ ആരെയും നിങ്ങൾ സഹായിക്കാൻ പോകേണ്ട കാര്യമില്ല എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചൈനയ്ക്ക് അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ചൈന ഈ മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചൈനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം 2027 മുമ്പ് തായ്വാൻ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ചെറിയൊരു മാലപ്പടക്കത്തിന് എവിടെങ്കിലും ഒരിടത്ത് ഒന്ന് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി അവർക്ക് അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കൊന്നും പിടിച്ചെടുക്കാനുള്ളതല്ല, നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പം ഇക്കൂട്ടത്തിൽ നമുക്കിനി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഭീകരാക്രമണത്തിന്റെ കേന്ദ്രം ബംഗ്ലാദേശ് ആയിരിക്കും. ഒരുപക്ഷെ അവിടേക്ക് നമ്മുടെ അടി പാറിപ്പോയി എന്നിരിക്കാം. അതിൽ നമുക്കൊന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. അപ്പൊ ഇപ്പൊ ചൈനയ്ക്ക് അങ്ങനെ ഒരു ലക്ഷ്യം നിൽക്കുന്നുണ്ട്. ചൈന പ്രത്യക്ഷത്തിൽ ഇടപെടാനുള്ള സാധ്യതയില്ല, പ്രത്യേകിച്ച് റഷ്യ കൂടി നമ്മുടെ ഭാഗത്ത് വളരെ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 2022 അത് ആരംഭിക്കുന്നത്. അതിനുശേഷം ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ ഒരു രാജ്യത്ത് വരികയും ഗംഭീര സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനു മുമ്പ് അദ്ദേഹം എങ്ങും പോയില്ല. അലാസ്കയിൽ പോയിരുന്നു, മറ്റേ ട്രംപുമായിട്ട് സമാധാനം ഉച്ചകോടിക്ക്. അല്ലാതെ അദ്ദേഹം വേറെ എങ്ങും പോയതായിട്ട് നമ്മുടെ അറിവിലില്ല. ഇതൊരു രാജ്യത്ത് ഒഫീഷ്യലായിട്ട് വരുന്ന സ്വീകരണം. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചക്കിടയിൽ. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വീട്ടിൽ ഇന്ന് രാത്രി അത്താഴമുണ്ട് പുടിന്. സാധാരണഗതി മോദി അങ്ങനെ എല്ലാവർക്കും അത്താഴം കൊടുക്കാറില്ല. ഒരുപാട് ഭരണാധികാരികളിലൂടെ വരാറുണ്ടല്ലോ, ശ്രീലങ്കയുടെ വരാറുണ്ട്, ജപ്പാന്റെ വരാറുണ്ട്, പലരും വരാറുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് അത്താഴം ഒന്നിച്ചിരുന്ന് കഴിച്ചത് ശ്രീമാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൂടെ ഒപ്പമായിരുന്നു, ഇസ്രായേലിന്റെ ഒപ്പമായിരുന്നു. ഇതിപ്പോ ഇന്ന് റഷ്യൻ പ്രസിഡന്റ് മൊത്തമാണ് അദ്ദേഹത്തിന്റെ. പക്ഷേ ഈ അത്താഴം എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് കഴിക്കൽ എന്നൊരു ഇതിലേക്ക് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഫുഡ് കഴിക്കുന്നതിനൊപ്പം തന്നെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ചില ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഈ അൺഒഫീഷ്യൽ ചർച്ചകൾ ഒരു ഭാഗത്തും, ഒഫീഷ്യൽ ആയിട്ടുള്ളത് നാളെ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രതിരോധ രംഗത്തെ കരാറുകൾ ഒപ്പിടുക, അത് ഒഫീഷ്യല്. ഈ അത്താഴ വിരുന്ന് എന്ന് പറയുമ്പോഴേക്ക് അതൊരു ഫുഡ് കഴിക്കുന്ന പരിപാടിയല്ല. അത് ഫുഡ് ഉണ്ട്, അതില് ഇല്ല എന്നല്ല. ആ ഫുഡിനോടൊപ്പം തന്നെ
രാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരും തമ്മിൽ നടത്തുന്ന സ്വകാര്യ സംഭാഷണങ്ങൾ കൂടിയാണ് അത്. അതിൽ ഉരുത്തിരിയുന്നതാണ് രാജ്യം മുൻപോട്ട് വെക്കുന്ന നിലപാടും നമ്മുടെ മുൻപോട്ടുള്ള പോക്കും. അത് നമ്മൾ സൈലന്റ് ആയിട്ട് നടപ്പാക്കാൻ പോകുന്ന എന്തൊക്കെയാണോ അതായിരിക്കും ഇത്തരം അത്താഴ വിരുന്നുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രംപ് മറ്റേ മുനീറിനെ വിളിച്ച് അത്താഴ വിരുന്ന് നൽകിയത് നമുക്ക് മറക്കരുത് ഈ സാഹചര്യത്തിൽ. ഒരു വർഷം ഇതൊക്കെ അങ്ങനെയാണ് അത് പോകുന്നത്.